എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എത്ര കഠിനാധ്വാനം ചെയ്താലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരാറുണ്ട്. വീടിനുള്ളിൽ എപ്പോഴും കലഹങ്ങൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരുടെ അസൂയയോ അല്ലെങ്കിൽ ശത്രുക്കളുടെ ദോഷഫലങ്ങളോ ആകാം. നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവർ പോലും ഉള്ളുകൊണ്ട് നമുക്ക് നാശം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം. ഇത്തരം ശത്രുദോഷങ്ങളെയും കണ്ണീര്, പ്രാക്ക് തുടങ്ങിയ നെഗറ്റീവ് ഊർജങ്ങളെയും ദൂരെ എറിയാൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ അതീവ ശക്തവുമായ ഒരു താന്ത്രിക വിദ്യയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഈ കർമ്മം നിർവഹിക്കാനായി നമുക്ക് കൂടുതൽ ചിലവുകളൊന്നും തന്നെയില്ല. പ്രധാനമായും വേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ വേണം. അതായത് നല്ല മഞ്ഞ നിറത്തിലുള്ള പഴുത്ത ഒരു ചെറുനാരങ്ങ. പച്ച ലെമൺ ഒരിക്കലും എടുക്കരുത്. പൂർണ്ണമായും മഞ്ഞ നിറത്തിലുള്ള ചെറുനാരങ്ങ വേണം ഈ ഒരു കർമ്മത്തിനായി നമ്മൾ എടുക്കാനായിട്ട്. ഇനി അടുത്തതായി കറുത്ത മഷിയുള്ള ഒരു പേനയോ അല്ലെങ്കിൽ മാർക്കറോ എടുക്കുക. അതിനുശേഷം 2-3 ഇഞ്ച് നീളമുള്ള ഒരു ഇരുമ്പാണി കൂടി നമുക്ക് ഈ കർമ്മം ചെയ്യാനായി ആവശ്യമായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്ന് നോക്കാം. തികഞ്ഞ വിശ്വാസത്തോടും ഏകാഗ്രതയോടും കൂടി വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. വിശ്വാസമില്ലാതെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, നിങ്ങൾക്ക് ഫലം ലഭിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മം പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നാരങ്ങയുടെ പുറത്ത് കറുത്ത മഷി കൊണ്ട് നിങ്ങളുടെ ശത്രുവിൻ്റെ പേര് വ്യക്തമായി എഴുതുക എന്നതാണ്. ഇനി നിങ്ങൾക്ക് ശത്രു ആരാണെന്ന് കൃത്യമായി അറിയില്ലെങ്കിലോ ഒന്നിലധികം ശത്രുക്കൾ ഉണ്ടെങ്കിലോ പേരിന് പകരം ശത്രു എന്ന് മാത്രം എഴുതിയാലും മതി. അതിനുശേഷം ആ പേര് എഴുതിയതിനു ശേഷം ആ പേരിന് നടുവിലൂടെ വരുന്ന രീതിയിൽ നാരങ്ങ 2 കഷ്ണങ്ങളായി മുറിക്കുക. ശത്രുതയെ നാം മുറിച്ചു മാറ്റുന്നു എന്ന സങ്കല്പത്തിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ നെഗറ്റീവ് എനർജി ഞാൻ എന്നേക്കുമായി നീക്കുന്നു എന്ന് സങ്കല്പിച്ചു കൊണ്ടുവേണം ഈ ഒരു നാരങ്ങ മുറിച്ചു മാറ്റാനായിട്ട്. അതിനുശേഷം മുറിച്ച 2 കഷ്ണങ്ങളും എടുത്തു വച്ച് ഒരു ആണി ഉപയോഗിച്ച് അവയെ തമ്മിൽ കോർക്കുക. ആണി നാരങ്ങയുടെ ഉള്ളിലേക്ക് നന്നായി തറഞ്ഞിരിക്കണം. ഇനി ഒരു മന്ത്രജപം കൂടിയുണ്ട്. ഈ നാരങ്ങ നിങ്ങളുടെ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് ഓം ഭൈരവായ നമ എന്ന മന്ത്രം 21 തവണ ജപിക്കുക. ഭൈരവമൂർത്തിയെ ധ്യാനിച്ച് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ശത്രുദോഷങ്ങളും മാറണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത് ആരും കാണാത്ത സ്ഥലത്തോ കുറ്റിക്കാട്ടിലോ ദൂരേക്കെറിയുക. ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ, അതായത് വീടിനടുത്ത പുഴയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ ഒഴുക്കിക്കളയുന്നതും വളരെ ഉത്തമമാണ്. ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ കർമ്മം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് തികച്ചും രഹസ്യമായി ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർ കാണുന്നത് ഇതിൻ്റെ ഫലം കുറയ്ക്കാൻ കാരണമാകും. ശനിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ സന്ധ്യാസമയത്ത് ഈ ഒരു കർമ്മം ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. ആരെയെങ്കിലും അനാവശ്യമായി ദ്രോഹിക്കാനല്ല, മറിച്ച് നമ്മുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ബോധ്യം വേണം. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുകയാണ് എന്ന ബോധ്യം. വിശ്വാസത്തോടെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജം മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ശത്രുക്കൾ പോലും നിങ്ങളെ ശല്യം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയുണ്ടാകും. പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും ഏകാഗ്രമായ മനസ്സോടും കൂടിയും ആരും കാണാതെ വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട്. അത് നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കൃത്യമായ ഫലം ലഭിക്കുകയുള്ളൂ.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.